ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷനിൽ വരുന്ന ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്? ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് അല്ലെങ്കിൽ PQLI എന്ന് പറയുന്നത് 1979 എക്കണോമിസ്റ്റ് ആയിട്ടുള്ള മോറിസ് ഡേവിഡ് മോറിസ് ക്രിയേറ്റ് ചെയ്ത ഒരു ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഒരു കൺട്രിയുടെ വെൽബീയിങ് അല്ലെങ്കിൽ ഒരു ലൈഫിന്റെ ക്വാളിറ്റി ആണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത് പറയുന്നത് 3 ഇൻഡിക്കേറ്റേഴ്സിന്റെ ആവറേജ് ആണ്. അതായത് ബേസിക് ലിറ്ററസി, ഇൻഫാന്റ് മോർട്ടാലിറ്റി, അതുപോലെ ലൈഫ് എക്സ്പെക്ടൻസി. ഇതിനകത്ത് പെർ ക്യാപിറ്റ ഇൻകം ഇൻക്ലൂഡഡ് അല്ല. ഇത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ വെൽബീയിങ് ആണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The PQLI is a development index created by economist Maurice David Morris in 1979. It measures the quality of life or well-being of a country. It is the average of 3 indicators: basic literacy, infant mortality, and life expectancy. Unlike HDI, it does not include per capita income, focusing only on physical well-being. Question: what is the SDG India Index? SDG India Index പറഞ്ഞാൽ എന്താ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ യൂണിയൻ ടെറിട്ടറീസിന്റെയും സ്റ്റേറ്റ്സിന്റെയും പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് NITA ആയോഗ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടൂളാണ് SDG India Index. ഇത് ലോഞ്ച് ചെയ്തത് 2018 ഇത് എന്തിനാ ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്സിന് തമ്മിലുള്ള ഹെൽത്തി കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്യാനും അതുപോലെ തന്നെ പ്രയോറിറ്റി ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാനുമാണ്. അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The SDG India Index is a tool developed by NITI Ayog to monitor the progress of states and union territories on the Sustainable Development Goals. It was launched in 2018. The index tracks progress on all 17 SDGs across economic, social, and environmental sectors. It helps to identify priority areas and encourage healthy competition among states to achieve the goals. Question: what was the Bombay Plan? ബോംബെ പ്ലാൻ എന്തായിരുന്നു? 1944 ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റിന്റെ ഗ്രൂപ്പ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെന്റ് പ്ലാൻ ആണ് ബോംബെ പ്ലാൻ. ഇതിനകത്ത് JRD ടാറ്റ പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്ലാൻ വന്നിട്ട് സ്റ്റേറ്റിന്റെ എക്കണോമിന്റെ മേജർ റോളും അതുപോലെ തന്നെ ബേസിക് ഇൻഡസ്ട്രീന്റെ ഇൻവെസ്റ്റ്മെന്റും ആയിട്ടുള്ള പ്രപ്പോസൽ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Bombay Plan was an economic development plan proposed by a group of influential Indian industrialists in 1944. The group included figures like JRD Tata. The plan proposed a major role for the state in the economy and investments in basic industries. It was one of the early non-governmental efforts and economic planning in pre-independence India. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് അഗ്രിടെക്? അഗ്രിടെക് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജിനെയാണ് അഗ്രിടെക് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് സെൻസേഴ്സും അതുപോലത്തെ ഡ്രോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ക്രോപ്സിനെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ മോണിറ്റർ ചെയ്തിട്ട് എപ്പോൾ നമ്മൾ ക്രോപ്സിന് വാട്ടർ ചെയ്യണം, അതുപോലെ തന്നെ എപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ഇടണമെന്ന് ഡിസൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഹയർ ഈൽഡ്സ് ലഭിക്കുവാനും അതുപോലെ തന്നെ ഫാമേഴ്സിന് ബെറ്റർ ഇൻകം കിട്ടുവാനും വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നു. അത് മാത്രമല്ല മോഡേൺ നോളേജ് എക്കോണമിയിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടും കൂടിയാണ് അഗ്രിടെക് എന്ന് പറയുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അഗ്രിടെക് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് ടെക്നോളജി ഇൻ അഗ്രികൾച്ചർ ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പ്രോഫിറ്റബിലിറ്റി. It includes using sensors and drones to monitor crops and decide when to water or fertilize them. This leads to reduced cost, higher yields, and better income for farmers. It is an important part of the modern knowledge economy. Question: what were the main reasons for the 1991 economic reforms in India? ഇന്ത്യയിൽ 1991 ഉണ്ടായിട്ടുള്ള എക്കണോമിക് റീഫോംസിന്റെ മെയിൻ റീസൺസ് എന്തൊക്കെയായിരുന്നു? ഇപ്പൊ 1991 ഇന്ത്യ സിവിയർ ആയിട്ടുള്ള എക്കണോമിക് ക്രൈസിസ് ഫേസ് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റും അതുപോലെ തന്നെ വെരി ലോ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ആണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്.
അതുമാത്രമല്ല പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് വന്നിട്ട് വളരെയധികം ഇൻഎഫിഷ്യൻ്റ് ആയിരുന്നു. അതിനകത്തിൽ നിന്നും പ്രോഫിറ്റ്സ് ഒന്നും മാത്രം ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. വേൾഡ് ബാങ്ക്, IMF പോലെയുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ നിന്നും എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് വളരെ പ്രഷർ ഉണ്ടായിരുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. India faced a severe economic crisis in 1991 with a high fiscal deficit and very low foreign exchange reserves. The public sector enterprises were largely inefficient and not generating profits. There was pressure from the international organizations like the World Bank and IMF to open up the economy. The success of other East Asian economies through liberalization also influenced this decision. Question: How is the economic growth rate calculated? എങ്ങനെയാണ് economic growth rate calculate ചെയ്യുന്നത്? Economic growth rate വന്നിട്ട് previous yearലുള്ള GDPയും അതുപോലെ തന്നെ കറണ്ട് ഇയറിലെ GDPയും കമ്പയർ ചെയ്തിട്ട് GDPയുടെ പെർസെൻറ്റേജ് ഇൻക്രീസ് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലുള്ള GDPയിൽ നിന്നും കറണ്ട് ഇയറിലുള്ള GDP മൈനസ് ചെയ്തിട്ട് അതിനെ പ്രീവിയസ് ഇയറിന്റെ GDP ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ കിട്ടിയ ആൻസറിനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് കിട്ടുന്നത്. ഒരു പോസിറ്റീവ് റേറ്റ് ആണ് വെച്ചാൽ അവിടെ ഗ്രോത്ത് ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേസമയം നെഗറ്റീവ് റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ എക്കണോമിയിലുള്ള ഡിക്ലൈൻ ആണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കാൽക്കുലേഷൻ വന്നിട്ട് എക്കണോമിയുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The economic growth rate measures the percentage increase in GDP in the current year compared to the previous year. The formula is current year's GDP minus previous year's GDP divided by previous year's GDP, all multiplied by 100. A positive rate indicates growth, while a negative rate indicates a decline in the economy. This calculation helps to track the performance of an economy over time. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. Question: What is meant by equity objective planning? Equity objective planning പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇക്വിറ്റിനെ ഒരു ഒബ്ജക്റ്റീവ് പ്ലാനിംഗ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നത് എക്കണോമിക് ഡെവലപ്മെന്റിനുള്ള സോഷ്യൽ ജസ്റ്റിസും ഫെയർനെസ്സും എൻഷുർ ചെയ്യുക എന്നാണ്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് റിച്ചും പുവറും തമ്മിലുള്ള ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത് എല്ലാ സിറ്റിസൺസിനും ഹെൽത്ത് കെയറും ഫുഡും എഡ്യൂക്കേഷൻ പോലെയുള്ള ബേസിക് നെസസിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. അത് മാത്രമല്ല സൊസൈറ്റിയിലുള്ള എല്ലാ സെക്ഷൻസിനും എക്കണോമിക് ഗ്രോത്തിന്റെ ബെനിഫിറ്റ്സ് എൻഷുർ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Equity as an objective planning means ensuring fairness and social justice in economic development. It aims to reduce the gap between the rich and the poor. This involves providing basic needs like food, education, and health care to all citizens. It also includes ensuring that the benefits of economic growth are distributed fairly among all sections of society. Question: How does globalization affect a country's economy? എങ്ങനെയാണ് ഗ്ലോബലൈസേഷൻ ഒരു കൺട്രിയുടെ എക്കോണമി എഫക്ട് ചെയ്യുന്നത്? ഗ്ലോബലൈസേഷൻ വന്നിട്ട് ഒരു കൺട്രിയുടെ എക്കോണമി ലോകത്തുള്ള മറ്റു കൺട്രീസുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ട്രേഡും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ ഒക്കെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ടായിട്ട് കൺസ്യൂമേഴ്സിന് കുറേ ചോയ്സസ് ഉണ്ടാവുന്നു, അതുപോലെ എഫിഷ്യൻസി കൂട്ടാൻ കഴിയുന്നു, പിന്നെ എക്കണോമിക് ഗ്രോത്ത് ഫാസ്റ്റർ ആവുകയും ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Globalization integrates a country's economy with the rest of the world. It leads to increased trade, foreign investment, and transfer of technology. This can result in more choices for consumers, greater efficiency, and faster economic growth. However, it can also lead to increased competition for domestic industries. Question: What is the significance of Fifth Industrial Revolution? Fifth Industrial Revolution's significance എന്താണ്? ഇപ്പോൾ ഫിഫ്ത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ ടെക്നോളജീസ് ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ചാക്കി മാറ്റുക എന്നാണ്. അതായത് ഇത് വന്നിട്ട് ഹ്യൂമൻസിൻ്റെയും സ്മാർട്ട് മെഷീൻസിൻ്റെ ഇടയിലുള്ള കൊളാബറേഷൻ ആണ് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുന്നത്. AI, റോബോട്ടിക്സ് പോലെയുള്ള ടെക്നോളജീസിൻ്റെ എഫിഷ്യൻസിയും അതുപോലെ തന്നെ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയും വെൽബീയിങ്ങോടെ ഇത് കമ്പൈൻ ചെയ്യുന്നു. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി മാത്രമല്ല, സൊസൈറ്റീനെ ബെനിഫിറ്റ് ചെയ്യുന്ന സസ്റ്റൈനബിൾ ഗ്രോത്തും കൂടിയാണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The fifth industrial revolution focuses on a human-centric approach to digital technologies.
It combines the efficiency of technologies like AI and robotics with human creativity and well-being. The goal is not just productivity, but sustainable growth that benefits society. It emphasizes the collaboration between humans and smart machines. Question: what is strategic sale as a method of disinvestment? Disinvestment method ആയിട്ട് strategic sale പറഞ്ഞാൽ എന്താണ്? സ്ട്രാറ്റജിക് സെയിൽ എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷനിൽ വരുന്ന ഒരു മെത്തേഡാണ്. ഇതിനകത്ത് ഗവൺമെന്റ് വന്നിട്ട് അവരുടെ ഒരു പോർഷൻ ഓഫ് ഷെയർ പബ്ലിക് സെക്ടർ യൂണിറ്റിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഷെയർ സെല് ചെയ്യുന്നത് സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സിനാണ്. സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് യൂഷ്വലി പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ആയിരിക്കും. ഈ ഒരു പാർട്ട്ണറിന് എങ്ങനെ ചൂസ് ചെയ്യുന്ന വെച്ചാൽ ഈ കമ്പനിയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യത്തക്ക രീതിയിലുള്ള പാർട്ട്ണർ ആയിരിക്കണം. അപ്പൊ ഇതിനകത്ത് പ്രൈവറ്റ് പാർട്ട്നേഴ്സിന് മാനേജ്മെന്റ് കൺട്രോൾ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. സ്ട്രാറ്റജിക് സെയിൽ is a method of privatization where the government sells a significant portion of its share in a public sector unit. This share is sold to a strategic partner, which is usually a private sector company. The partner is chosen for their expertise to improve the company's performance. This often involves transferring management control to the private partner. Subscribe to this channel for more videos like this. Question: what is the main drawback of the physical quality of life index? Physical quality of life index ന്റെ main drawback എന്താണ്? ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡെവലപ്മെന്റിൽ ഇൻകം പറയുന്ന ഒരു ഫാക്ടർ ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പൊ ഇൻകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ വരുന്ന ഒരു കീ പാർട്ടാണ്. പക്ഷെ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് വന്നിട്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഹെൽത്ത്, ലിറ്ററസി പോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ ആസ്പെക്ട്സിലാണ്. അപ്പൊ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ദി PQLI is that it completely ignores income as a factor in development. While it focuses on important physical aspects like health and literacy, income is also a key part of person's standard of living. A person can have a long life and be literate but still live in extreme poverty. This is why indices like the HDI, which include income, are considered more comprehensive. Question: what is the Make India project? Make India project പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു നാഷണൽ പ്രോഗ്രാം ആണ് മേക്ക് ഇൻ ഇന്ത്യ. ഇതിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് കമ്പനീസ് ഇന്ത്യയിൽ അവരുടെ പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്നത് എൻകറേജ് ചെയ്യുക എന്നാണ്. ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഇന്ത്യനെ ഒരു ഗ്ലോബൽ ഡിസൈനും അതുപോലെ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിലൂടെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുക, എക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ മോഡേൺ ടെക്നോളജീൻ്റെ യൂസ് ഇൻക്രീസ് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പം ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മേക്ക് ഇൻ ഇന്ത്യ is a major national program launched by the government of India. Its primary goal is to encourage companies to manufacture their products in India. It aims to transform India into a global design and manufacturing hub. This is expected to create jobs, boost economic growth, and increase the use of modern technology in the industrial sector. Question: what is the role of K-DISC in Kerala? കേരളത്തിലെ K-DISC-ന്റെ റോള് എന്താണ്? ഇപ്പൊ K-DISC-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ എന്നാണ്. അപ്പോൾ ഇത് ഫോം ചെയ്തത് 2018 ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കേരളത്തിന് നോളേജ് എക്കോണമിയും അതുപോലെ തന്നെ ഇന്നോവേഷന്റെ ഒരു ഹബ്ബായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക എന്നാണ്. അപ്പോൾ ഇതിലൂടെ പുതിയ ടെക്നോളജീസിന്റെ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുകയും യൂത്തിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുകയാണ്. അപ്പോൾ K-DISC-ന്റെ ഒരു കീ പ്രൊജക്ട് എന്ന് പറയുന്നത് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ആണ്. അപ്പോൾ ഇത് സ്റ്റുഡൻസിന്റെ ഇന്നോവേറ്റീവ് ഐഡിയാസ് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. K-DISC stands for Kerala Development and Innovation Strategy Council, formed in 2018. Its main aim is to transform Kerala into a knowledge economy and a hub for innovation. It promotes research in new technologies and organizes skill development programs for the youth. One of its key projects is the Young Innovators Program, which supports students' innovative ideas. Question: what does the Kerala Startup Mission do? Kerala Startup Mission എന്താണ് ചെയ്യുന്നത്? കേരളത്തിലുള്ള ഓൺട്രപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2006 എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഗവൺമെന്റ് ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് വഴി അതുപോലെ മെന്റർഷിപ്പ് ഫണ്ടിങ്ങിലൂടെയൊക്കെ ജനങ്ങൾക്ക് സപ്പോർട്ട് നൽകുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഇന്നോവേറ്റീവ് ഐഡിയാസിനെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീസിലോട്ട് മാറ്റുകയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്യുന്നത്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Kerala Startup Mission is a government agency established in 2006 to promote entrepreneurship in the state. It helps to turn innovative ideas into successful startup companies. KSUM provides support through incubators, funding, mentorship, and international exchange programs. The goal is to make Kerala a leading destination for technology startups. Question: What is the Digital University of Kerala? Digital University of Kerala പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള 2020 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് കേരളത്തിന് ഡിജിറ്റൽ എഡ്യൂക്കേഷന്റെ ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റുക എന്നാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സൈബർ സെക്യൂരിറ്റി, ഡാറ്റാ സയൻസ് പോലെയുള്ള ന്യൂ ടെക്നോളജീസിൽ സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യുക എന്നാണ്. അപ്പം ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Digital University of Kerala was established in 2020. Its main goal is to transform Kerala into a global hub for digital education. The university focuses on developing skilled human resources in new technologies like AI, data science, and cyber security. It plays a key role in building the foundation for Kerala's knowledge economy. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.